വീണ്ടും വിദ്വേഷം വിതയ്ക്കാനും നമ്മുടെ അഭിമാനമായ മതനിരപേക്ഷ പാരമ്പര്യത്തെ അവഹേളിക്കാനും ലക്ഷ്യമിട്ട് ഒരു പുതിയ നീക്കം നടക്കുകയാണ്. ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം പുറത്തിറങ്ങുന്നു. ഈ വാർത്ത നാം ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. നട്ടാൽ കുരുക്കാത്ത നുണകളും കേരള വിരുദ്ധ പ്രചാരണവും കുത്തി നിറച്ച 1ാം ഭാഗം വർഗീയ ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണെന്ന് ഈ നാട് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ്. കലാസൃഷ്ടി എന്ന വ്യാജേന വന്ന ആ വികൃത സൃഷ്ടിയെ വസ്തുതകൾ നിരത്തി ദി റിയൽ കേരള സ്റ്റോറിയിലൂടെ നാം തള്ളിക്കളഞ്ഞതുമാണ്. ആരാണ് ഈ തുടർച്ചയായ വിദ്വേഷ പ്രചാരണങ്ങളുടെ അണിയറക്കാർ? സാഹോദര്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മാതൃകയെ തന്നെ ഭയപ്പെടുന്നവരാണ് അവർ. ഈ വ്യാജ പ്രതീതി നിർമ്മിതിയെ എക്കാലവും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളാണ്. 2 വ്യക്തികൾ തമ്മിൽ പരസ്പര സമ്മതത്തോടെ നടക്കുന്ന വിവാഹങ്ങളെ പോലും വർഗീയതയുടെയും നിർബന്ധിത മതപരിവർത്തനത്തിന്റെയും നിറം നൽകി അവർ തെറ്റായി ചിത്രീകരിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിരോധാഭാസമുണ്ട്. കേവലം ബീഫ് എന്ന് പേരിട്ടതുകൊണ്ട് മാത്രം ഒരു ചലച്ചിത്രമേളയിൽ ഒരു ഡോക്യുമെന്ററിക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കാലമാണിത്. അങ്ങനെയെങ്കിൽ സമൂഹത്തിൽ ഭിന്നതയും വിദ്വേഷവും പടർത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം വിഷ സൃഷ്ടികൾക്ക് എങ്ങനെയാണ് പ്രദർശനാനുമതി ലഭിക്കുന്നത്? അതിൽ തെല്ലും അതിശയമില്ല. വർഗീയ കലാപങ്ങളില്ലാത്ത എല്ലാ മതവിശ്വാസികളും പരസ്പര സ്നേഹത്തോടെ സഹവർത്തിക്കുന്ന കേരളത്തെ അവർ ശത്രുതയോടെയാണ് കാണുന്നത്. സുസ്ഥിര വികസന സൂചികകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്രമസമാധാന പാലനത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ നമ്മുടെ നാടിനെ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കുന്നു. നമ്മുടെ നാടിന്റെ ശാന്തിയിലും സമാധാനത്തിലും വിഷം കലക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ നാം ഒറ്റക്കെട്ടായി തള്ളിക്കളയണം. വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് ഈ നാടിന്റെ മതേതര അടിത്തറ തകരില്ലെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരുടേതുമാണ്. വിദ്വേഷങ്ങളെ അവജ്ഞയോടെ തള്ളാം, വസ്തുതകളെ മുറുകെ പിടിക്കാം. കാരണം കേരളം നമ്മുടെ അഭിമാനമാണ്. നുണകൾക്കെതിരെ സത്യം ജയിക്കണം. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം.